ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ നിങ്ങൾക്കുമായി ഒരു അടിപൊളി കാര്യമാണ് റിവ്യൂ ചെയ്യുന്നത്. എന്തെന്ന് വെച്ചാൽ ഇന്നത്തെ കണ്ടൻറ്റ് ആരും മിസ്സാക്കരുത്. എങ്ങനെയാണ് നമുക്ക് നമ്മുടെ ചാനൽ ബ്രാൻഡ് അക്കൗണ്ട് ആക്കാൻ കഴിയുക? ബ്രാൻഡ് അക്കൗണ്ട് ആക്കിയ പല ഗുണങ്ങളുണ്ട്. ആ ഒരു ബ്രാൻഡ് അക്കൗണ്ട് നമ്മൾ വീഡിയോസ് ഇടുകയാണെങ്കിൽ ഇപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് ആക്കാൻ കഴിയില്ല. അതായത് ഒരു ജിമെയിലിൽ തന്നെ നമുക്ക് 2 യൂട്യൂബ് അക്കൗണ്ട് തുടങ്ങാം. അങ്ങനെയാണ്. പക്ഷേ ആ ജിമെയിൽ ഓൾറെഡി ഉള്ള അക്കൗണ്ടിലല്ലാതെ നമ്മൾ ഉണ്ടാക്കുന്ന ബ്രാൻഡ് അക്കൗണ്ട് തുടങ്ങുകയാണെങ്കിൽ പല ഗുണങ്ങളുമുണ്ട്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. ചാനൽ ആദ്യമായി കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അമർത്താനും മറക്കരുത്. അപ്പോൾ വീഡിയോ എന്തെന്ന് വെച്ചാൽ ബ്രാൻഡ് അക്കൗണ്ട് എങ്ങനെ ഉണ്ടാക്കാമെന്നാണ്. അതിനായി നമ്മൾ ആദ്യം ബ്രൗസർ ക്രോമിൽ അല്ലെങ്കിൽ ഗൂഗിളിൽ ഏതെങ്കിലും പോയിട്ട് നമ്മൾ അവിടെ ടൈപ്പ് ചെയ്യേണ്ടത് എന്തെന്ന് വെച്ചാൽ നമ്മുടെ സ്റ്റുഡിയോ സ്പേസ് കൂടാതെ youtube.com എന്ന് സെർച്ച് ചെയ്യുക. അപ്പോൾ നമുക്ക് ഫസ്റ്റ് വരുന്നത് നമ്മൾ അതിന് മുമ്പായിട്ട് നമ്മൾ ഏറ്റവും മുകളിൽ 3 ഡോട്ട് കാണാം. അതിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഡെസ്ക്ടോപ്പ് സൈറ്റിലേക്ക് ആക്കി കഴിഞ്ഞാൽ നമുക്ക് എല്ലാം ചെറുതാവും. പിന്നെ അതുകൊണ്ട് ഫസ്റ്റത്തേത് ലോഗിനുള്ള ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നേരെ സ്റ്റുഡിയോയിലേക്ക് പോയതിന് ശേഷം അവിടെ നേരെ ക്രോമിലേക്ക് തന്നെ വരും. അപ്പോൾ സ്റ്റുഡിയോ ഇപ്പോൾ ഡെസ്ക്ടോപ്പിലേക്ക് മാറിയിട്ടുണ്ട്. അതിനുശേഷം ഒന്ന് വെയിറ്റ് ചെയ്യും. ഇങ്ങനെ വരും. ഇൻ്റർഫേസ് ഇങ്ങനെ ആയിരിക്കും. അതിനുശേഷം നമുക്ക് ഏറ്റവും മുകളിൽ നമ്മുടെ ചാനലിൻ്റെ ഐക്കൺ കാണാം. അതിന്മേൽ ക്ലിക്ക് ചെയ്ത് നമുക്ക് ഏത് ജിമെയിലാണ് വേണ്ടി വെച്ചാൽ അവിടെ നിന്ന് സെലക്ട് ചെയ്യാം. എൻ്റെ ഇതിപ്പോൾ കറൻറ്റ്ലി ഈ ജിമെയിലാണ് ഞാൻ സെലക്ട് ചെയ്ത്. അടിയിൽ നിങ്ങൾക്കൊരു സാധനം കാണാൻ കഴിയും. ഏറ്റവും അടിയിൽ ഇവിടെ ഒരു സെറ്റിങ്സിന് ചിഹ്നം കാണാൻ കഴിയും. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ കുറേ ഓപ്ഷൻസ് ഉണ്ടാവും. ഇതൊക്കെ ചെയ്യാനുള്ള വീഡിയോ നമ്മൾ ചെയ്തത് എന്തൊക്കെയാണെന്നുള്ളതൊക്കെ പറയുന്നുണ്ട്. അതിനുശേഷം നമുക്കിവിടെ ചാനൽ എന്ന രണ്ടാമത്തൊരു ഇത് കാണാം. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നേരെ അഡ്വാൻസ്ഡ് സെറ്റിങ്സ്, ഫീച്ചേഴ്സ് എന്നൊക്കെ കാണാം. അതിൽ നിങ്ങൾ ഏറ്റവും അവസാനത്തെ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൽ ഒന്നുമില്ല. രണ്ടാമത്തെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏറ്റവും അടിയിലേക്ക് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്കിവിടെ മാനേജ് യൂട്യൂബ് അക്കൗണ്ട് എന്ന് കാണാം. അതിൽ നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്താൽ നമുക്ക് നേരെ യൂട്യൂബ് വന്ന് ഒന്ന് ബാക്ക് പോകും. ക്രോമിലേക്ക് തന്നെ നമ്മൾ തിരിച്ചു വരും. അവിടെ നമുക്ക് കുറേ കാര്യങ്ങളൊന്നും കാണാൻ കഴിയില്ല. ഞാൻ കാണിച്ചു തരാം. ഓക്കെ, ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും ഫസ്റ്റായിട്ട് നമുക്ക് കുറേ കാര്യങ്ങൾ ഇവിടെ കാണാൻ കഴിയും. ഇവിടെ കുറേ കാര്യങ്ങൾ ഇവിടെ കാണാൻ കഴിയുന്നുണ്ടാവും. അതിൽ വെച്ചിട്ടാണ് നമ്മളിന്ന് ചാനൽ ഉണ്ടാക്കാൻ പോകുന്നത്. ചാനൽ ഉണ്ടാക്കുന്ന രീതി ഞാൻ പറഞ്ഞുതരാം. അതിനു മുമ്പായി ഞാൻ വേറൊരു കാര്യം എനിക്ക് ചെയ്യാനുണ്ട്. എന്തെന്ന് വെച്ചാൽ ഞാൻ ആ ചാനൽ ഓൾറെഡി ഒരു ബ്രാൻഡ് അക്കൗണ്ട് തുടങ്ങിയിരിക്കുന്നു. അതുകൊണ്ടാണ് ഞാനൊരു കാര്യം ചെയ്യാനുണ്ടെന്ന് പറഞ്ഞത്. അതിനുശേഷം ഞാനവിടെ രണ്ടാമത്തെ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് അവിടെ ക്രിയേറ്റ് ആയ ചാനലിന് ഓൾറെഡി എഴുതി കാണിക്കും. അപ്പോൾ ഞാനവിടെ ക്ലിക്ക് ചെയ്തപ്പോൾ എനിക്കിവിടെ ക്രിയേറ്റ് ആയ ചാനലിന് എഴുതി കാണിച്ചു. അതിന്മേൽ ക്ലിക്ക് ചെയ്തു. എന്നിട്ട് അതിനുശേഷം നമുക്കിവിടെ വെരിഫിക്കേഷൻ എഴുതി കാണിക്കേണ്ടത്. അത് ചെയ്യണമെന്ന് നിർബന്ധമില്ല. അതിപ്പോൾ എൻ്റെ ചാനൽ ഓൾറെഡി ഇല്ലാത്തതുകൊണ്ട് മാത്രമാണ് അവിടെ കാണിക്കുന്നത്. ഞാൻ എൻ്റെ ആദ്യത്തെ ആ ചാനലിലേക്ക് മാറ്റിയ ശേഷം ക്രിയേറ്റ് ആയ ചാനലിൽ നെക്കി. അപ്പോൾ നമുക്കവിടെ നമ്മുടെ ഇത് വരും. നമുക്ക് നമ്മുടെ ചാനൽ നെയിമും ഈ എല്ലാം കൊടുക്കാനുള്ള ഒരു ഓപ്ഷൻ അവിടെ വരും. പ്ലീസ് വെയിറ്റ്. ഇങ്ങനെ വരും. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ക്രിയേറ്റ് ചെയ്ത ചാനലിന് രണ്ടാമത്തെ ഒരു ഓപ്ഷനായിട്ട് കാണും. അവിടെ നിന്ന് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഇവിടെ ഞാൻ മാർക്ക് ചെയ്ത് കാണിച്ചിരുന്നിടത്ത് ഇവിടെ നെയിം, പിന്നെ അടിയിൽ നിങ്ങളൊരു നെയിമും വേറൊരു, പക്ഷേ ഇത് ഫസ്റ്റേതായിരിക്കും ചാനൽ നെയിം, രണ്ടാമത്തെ വെറുതെ ഒരു നെയിം കൊടുക്കാം. ഇവിടെ നമ്മുടെ പ്രൊഫൈൽ, നമുക്ക് ഇഷ്ടമുള്ള പ്രൊഫൈൽ കൊടുത്തു കഴിഞ്ഞാൽ അടിയിൽ ഇവിടെ ക്രിയേറ്റ് ചാനൽ എന്നുള്ളത് ക്ലിക്ക് ചെയ്താൽ നമുക്കവിടെ ചാനൽ ക്രിയേറ്റ് ആയി. പിന്നെ യൂട്യൂബിൽ പോയി നമുക്കവിടെ എന്തൊക്കെ ചെയ്യണമെന്ന് വെച്ചാൽ അവിടെയൊക്കെ ചെയ്യാം. അതായത് പ്രൊഫൈൽ മാറ്റാം, ഒക്കെ നമുക്ക് അവിടെ പോയാൽ മാറ്റാം. അപ്പം ബ്രാൻഡ് അക്കൗണ്ടിന് പല ഗുണങ്ങളുണ്ട്. നമുക്ക് ആക്കി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് സബ്സ്ക്രൈബേഴ്സൊക്കെ പെട്ടെന്ന് കിട്ടാനും വഴിയാണ്. അപ്പം നിങ്ങൾ ഈ വീഡിയോ കണ്ടതുമാതിരി നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉറപ്പാണ് ബ്രാൻഡ് അക്കൗണ്ട് ഉണ്ടാക്കിയ ശേഷം അതിൽ വീഡിയോ അപ്ലോഡ് ചെയ്താൽ മതി. അപ്പോൾ നിങ്ങൾക്ക് നല്ല വ്യൂസ്